അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വിചിത്രമായ വാർത്തയാണ് വൈറലാകുന്നത്. ഈ കപ്പലിൽ 30 ടൺ സ്വർണം ഉണ്ടെന്നും അതിന്റെ നങ്കൂരങ്ങൾ മുഴുവൻ സ്വർണത്തിൽ നിർമ്മിച്ചതാണെന്നും ചിലർ അവകാശപ്പെടുന്നു. 1,00,000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലിനെ പിടിച്ചു നിർത്താൻ സ്വർണ്ണ നങ്കൂരം ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ഇത് വെറും ഇന്റർനെറ്റ് കഥയോ? ഈ സ്വർണ്ണ തിളക്കത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സത്യം എന്താണ്? അമേരിക്കൻ നാവികസേനയുടെ ഈ ഭീമൻ കപ്പലിലെ നങ്കൂരങ്ങളുടെ രഹസ്യവും അതിനൊപ്പം വൈറലായ 30 ടൺ സ്വർണ്ണക്കഥയുടെ യാഥാർത്ഥ്യവും ഒന്ന് പരിശോധിക്കാം. USS എബ്രഹാം ലിങ്കൺ കപ്പലിൽ 30 ടൺ ഖര സ്വർണം വഹിക്കുന്നുണ്ടെന്ന മീമുകൾ ഇന്റർനെറ്റിൽ വൈറലായതോടെയാണ് ഇതിന്റെ വിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പടർന്നത്. നങ്കൂരങ്ങൾക്ക് കണ്ണിഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ നിറമാണെന്നത് സത്യമാണ്, എന്നാൽ അവ വിലയേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ചതാണെന്ന വാദം വെറും ഒരു മിഥ്യ മാത്രമാണ്. ഗണിതപരമായും ശാസ്ത്രീയമായും ചിന്തിച്ചാൽ സ്വർണം എന്നത് വളരെ മൃദുവായ ലോഹമാണ്. ഇത്രയും വലിയൊരു യുദ്ധക്കപ്പലിനെ താങ്ങാൻ സ്വർണത്തിന് കഴിയില്ലെന്ന് മാത്രമല്ല, കടൽ പ്രവാഹത്തിന്റെ ആയാസത്തിൽ അത് തൽക്ഷണം രൂപഭേദം സംഭവിക്കുകയും ചെയ്യും. കനത്ത കരുത്തുള്ള സ്റ്റീൽ കൊണ്ടാണ് ഈ നങ്കൂരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അത്യഭാരമായ ടെൻസൈൽ ശക്തിയും ഈടുനിൽപ്പും ഉറപ്പാക്കാൻ സ്റ്റീൽ അല്ലാതെ മറ്റൊരു ലോഹത്തിനും കഴിയില്ല. യഥാർത്ഥത്തിൽ USS എബ്രഹാം ലിങ്കൺ പോലുള്ള നിമിറ്റസ് ക്ലാസ് കാരിയറുകളിലെ 2 നങ്കൂരങ്ങളിൽ ഓരോന്നിനും ഏകദേശം 27 ടൺ ഭാരമുണ്ട്. 1,00,000 ടൺ ഭാരമുള്ള കൂറ്റൻ കപ്പലിനെ സമുദ്ര പ്രവാഹങ്ങൾക്കും കാറ്റിനുമെതിരെ നിശ്ചലമായി നിർത്താൻ ഈ വലിയ ഭാരം അത്യാവശ്യമാണ്. വൈറലായ 30 ടൺ എന്ന അവകാശവാദത്തെക്കാൾ അല്പം ഭാരക്കുറവാണെങ്കിലും ഇതിന്റെ കരുത്ത് അവിശ്വസനീയമാണ്. സ്വർണ്ണ പെയിന്റ് എന്നത് വെറും ഒരു അലങ്കാരമല്ല, മറിച്ച് നാവികസേനയിലെ ഉന്നതമായ ഒരു ബഹുമതിയുടെ അടയാളമാണ്. ഗോൾഡൻ ആങ്കർ അവാർഡ് എന്നറിയപ്പെടുന്ന റിറ്റൻഷൻ എക്സലൻസ് അവാർഡ് നേടുന്ന കപ്പലുകൾക്കാണ് തങ്ങളുടെ നങ്കൂരങ്ങളിൽ സ്വർണ്ണ നിറം പൂശാൻ അനുമതിയുള്ളത്. നാവികർക്ക് നൽകുന്ന മികച്ച സേവനങ്ങളും സിവിലിയൻ ജീവിതത്തിലേക്ക് പോകാതെ നാവികസേനയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന നാവികരുടെ എണ്ണവും കണക്കിലെടുത്താണ് ഈ അവാർഡ് നൽകുന്നത്. അതായത് ആ കപ്പലിലെ ക്രൂ സന്തുഷ്ടരാണെന്നും നേതൃത്വം അവരെ നന്നായി പരിഗണിക്കുന്നുണ്ടെന്നും ഉള്ളതിന്റെ വ്യക്തമായ സൂചനയാണിത്. മറ്റു കപ്പലുകൾക്കും തുറമുഖ സന്ദേശകർക്കും മുന്നിൽ കപ്പലിന്റെ ഉയർന്ന മനോവീര്യം വിളിച്ചോതുന്ന അഭിമാന ചിഹ്നമാണിത്. എന്നാൽ ഈ പദവി നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ല. അടുത്ത വർഷം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആ സ്വർണ്ണ നിറം മാറ്റി വീണ്ടും പഴയ ചാരനിറത്തിലേക്ക് നങ്കൂരങ്ങളെ മാറ്റേണ്ടി വരും. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സ്വർണ്ണമല്ല ഇതെങ്കിലും ഏതാനും $100 മാത്രം ചിലവിലുള്ള ഈ പെയിന്റിന് നാവികരുടെ ഇടയിൽ കോടികളേക്കാൾ മൂല്യമുണ്ട്. നങ്കൂരത്തെക്കാൾ വിസ്മയിപ്പിക്കുന്നതാണ് അത് താങ്ങുന്ന ചങ്ങലകളുടെ ഭാരം. ഈ ചങ്ങലയിലെ ഓരോ ലിങ്കിനും ഏകദേശം 160 കിലോഗ്രാം ഭാരമുണ്ട്. ഒരു ഷോർട്ട് ചെയിനിന് മാത്രം 9 ടൺ ഭാരമുണ്ട്. കപ്പലിന് ഇത്തരം നിരവധി ഷോട്ടുകൾ വഹിക്കാൻ കഴിയും. കടലിന്റെ അടിത്തട്ടിൽ ഈ കൂറ്റൻ ചങ്ങലകൾ കിടക്കുമ്പോഴുണ്ടാകുന്ന ഭാരമാണ് കപ്പലിന് യഥാർത്ഥ ഹോൾഡിംഗ് പവർ നൽകുന്നത്. 27 ടൺ ഭാരമുള്ള നങ്കൂരവും ഈ ഭീമൻ ചങ്ങലയും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക വക്രം ഒരു ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുന്നു. ഇത് പ്രക്ഷുബ്ധമായ കടലിലും കപ്പലിനെ ഇളകാതെ നിർത്തുന്നു. ഈ ഭാരം മുഴുവൻ ഉയർത്താൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾക്ക് ഒരു റെയിൽവേ ലോക്കോമോട്ടീവ് ഉയർത്താൻ തക്ക ശക്തിയുണ്ട്. തുറമുഖങ്ങളിൽ വെള്ളത്തിന് ആഴം കൂടുമ്പോഴോ കപ്പലിന് സുരക്ഷിതമായി ഒരിടത്ത് നിർത്തേണ്ടി വരുമ്പോഴോ ആണ് നങ്കൂരം ഉപയോഗിക്കുന്നത്. ഇതൊരു കൃത്യമായ സൈനിക ഓപ്പറേഷൻ പോലെയാണ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് നാവികർ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ US നാവിക കപ്പലുകൾക്കും ഈ സ്വർണ്ണ ഭാഗ്യം ലഭിക്കാറില്ല. USS എബ്രഹാം ലിങ്കൺ ഈ നിറം നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ആ കപ്പലിന്റെ ക്യാപ്റ്റന്റെയും ജീവനക്കാരുടെയും വലിയൊരു വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സേനയുടെ ആരോഗ്യത്തെയും കരിയർ വളർച്ചയെയും സൂചിപ്പിക്കുന്ന ഈ അവാർഡ് ഒരു കപ്പലിന്റെ പ്രവർത്തന സന്നദ്ധതയുടെ അടയാളം കൂടിയാണ്. സോഷ്യൽ മീഡിയയിലെ സ്വർണ്ണ കഥകൾ വെറും ഒരു പുകമറയാണെങ്കിലും ആ തിളക്കത്തിൽ പിന്നിൽ നാവികരുടെ വിയർപ്പും കഠിനാധ്വാനവും ഉണ്ട്. USS എബ്രഹാം ലിങ്കണിന്റെ സ്വർണ്ണ നങ്കൂരങ്ങൾ വെറും ഒരു ലോഹ കഷ്ണമല്ല, അതൊരു സേനയുടെ ഐക്യത്തിന്റെയും സംതൃപ്തിയുടെയും പ്രതീകമാണ്. സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ ആ നങ്കൂരങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആത്മാഭിമാനമാണ് വലുതെന്ന് നാം മനസ്സിലാക്കണം.